Hello and welcome. My name is Nishad and I'm from English Wow. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പാസ്റ്റ് ടെൻസ് വേർബ് അപ്പോൾ അത് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ പാസ്റ്റ് പ്രസൻ്റ് ആകും, പ്രസൻറ്റ് ഫാസ്റ്റ് ആകും, അതല്ലെങ്കിൽ പ്രസൻറ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഫ്യൂച്ചർ പറയും. തുടങ്ങുന്ന സമയത്തുള്ള കുറേ പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റിൽ ഒരു കഴിഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്താണ് എപ്പോഴും നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നൊരു ടെൻസാണ് ഉപയോഗിക്കുക, സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഇതിൻ്റെ അവസാനം വരെ പ്രാക്ടീസ് ചെയ്യാനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം, നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡിലുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളും കൂടി ഇതിൽ ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഞാനത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്താണ് സിമ്പിൾ പാസ്റ്റ് എന്ന് ആദ്യം പറയാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ നടന്നു, അതായത് ഒരു കാര്യം നടന്നു കഴിഞ്ഞ് മുമ്പ് നടന്നു, അതിപ്പോൾ അല്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയണം. ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അത് പാസ്റ്റ് അല്ലേ, അതായത് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റാണ്, ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് പറയും നമ്മൾ, വേർബിൻ്റെ സെക്കൻഡ് ഫോം എല്ലാം ഇതേ രൂപത്തിലാണ് വരിക, സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ ഐ ഡിഡ് എന്ന് പറയുമ്പോൾ എന്താ, ഐ ഡു അല്ല, ഐ ഡിഡ്. അപ്പോൾ ഞാനത് ചെയ്തു. അല്ലെങ്കിൽ ഐ വെൻറ്റ്, ഞാൻ പോയി. അപ്പോൾ ഇങ്ങനെ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ്. ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് മാത്രം അത് വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കുക, എല്ലാം വേർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈസ് എന്നുള്ളത് അപ്പോൾ എന്താവും, വാസ് ആവും. ഓക്കെ, ഈസ് എന്നുള്ളത് വാസ് ആവും. അപ്പോൾ വാസ് ആകുമ്പോൾ എന്താ, അത് സിമ്പിൾ പാസ്റ്റാണ്. അതായത് സബ്ജക്റ്റ് പ്ലസ് V2 മാത്രം ആകുമ്പോൾ എന്താണ്, അത് സിമ്പിൾ പാസ്റ്റാണ്. പിന്നെ ഹാസ് ഹാവ് എന്നുള്ളത് പ്രസൻ്റാണ്, അതിൻ്റെ പാസ്റ്റാണ് എന്ത്, ഹാഡ് എന്നുള്ളത്. ക്യാൻ എന്നുള്ളത് പ്രസൻ്റാണ്, അതിൻ്റെ പാസ്റ്റാണ് എന്ത്, കുഡ് എന്നുള്ളത്. അങ്ങനെ അപ്പോൾ വേർബിൻ്റെ സെക്കൻഡ് ഫോം വരുന്നതിനാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V2 അല്ലെങ്കിൽ വേർബിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ളൊരു പ്രാക്ടീസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാരഗ്രാഫായിട്ട് പറയുകയാണ്. ഈ പാരഗ്രാഫിൽ മുഴുവനും എന്താണ്, സിമ്പിൾ പാസ്റ്റാണ് വരുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും എന്തിലാണ് ചോദിക്കുക, സിമ്പിൾ പാസ്റ്റിലാണ് ചോദിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൽ പ്രൊഫഷ്യൻസി വരിക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. ഹലോ എവ്രി വൺ. സോ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനത്തോടു കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ്, അതായത് സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസുകൾ വെച്ച് മാത്രമുള്ള ഒരു പ്രാക്ടീസാണ്, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചെയ്യുക, പറയുക കേട്ടോ. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കണം, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. സോ നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് വീക്കെൻഡ് I visited my cousin's place. Last weekend I visited my cousin's place. ഇതിൽ പറയുന്ന എല്ലാ സെൻറ്റൻസുകളും സിമ്പിൾ പാസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തത്, കഴിഞ്ഞ ആഴ്ച I visited, ഞാൻ സന്ദർശിച്ചു. ആരെ, മൈ കസിൻസ് പ്ലേസ്. ഞാൻ എൻ്റെ കസിനെയാണ് സന്ദർശിക്കുന്നത്. അപ്പോൾ കസിൻസിൻ്റെ സ്ഥലം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ സന്ദർശിച്ചു അല്ലെങ്കിൽ അവരുടെ വീട് സന്ദർശിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് വീക്കെൻഡ് ഐ വിസിറ്റഡ് മൈ കസിൻസ് പ്ലേസ്. ആ വിസിറ്റഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ്. ഹി വാസ് വെരി ഹാപ്പി ടു സീ മീ. അപ്പോൾ അയാൾ എന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഹി വാസ് വെരി ഹാപ്പി ടു സീ മീ. ഇവിടെ ശ്രദ്ധിക്കണം, ഹി വാസ്, കണ്ടോ, ഹി പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. ഹി വാസ് വെരി ഹാപ്പി ടു സീ മീ. അയാൾ എന്നെ കണ്ടതിൽ നല്ല സന്തോഷത്തിലായിരുന്നു. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു സമയമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നല്ലൊരു, നമ്മൾ പറയില്ല, നല്ല ഫണ്ണായിട്ടുള്ള മൊമെൻറ്റ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തെടുക്കുന്ന ഒരു നിമിഷം. അപ്പോൾ അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, വി ഹാഡ്, കണ്ടോ, വി പ്ലസ് ഹാവ് അല്ല നമ്മൾ പറഞ്ഞത്, ഹാവിൻ്റെ പാസ്റ്റായിട്ടുള്ള ഹാഡാണ് പറഞ്ഞത്. സോ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. ദ വെദർ വാസ് ക്ലൗഡി ബട്ട് ഇറ്റ് വാസ് നോട്ട് ടു കോൾഡ്.
അപ്പോൾ അതിൽ രണ്ട് പാസ്റ്റ് സെൻറ്റൻസുകളുണ്ട്. ദ വെദർ വാസ് ക്ലൗഡി. ദ വെദർ വാസ് എന്നാണ് പറയുന്നത്, വെദർ ഈസ് അല്ല. അപ്പോൾ എന്താ കാലാവസ്ഥ എന്തായിരുന്നു? കുറച്ച് മങ്ങിയ അല്ലെങ്കിൽ മേഘം മൂടിയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ദ വെദർ വാസ് ക്ലൗഡി ബട്ട് ഇറ്റ് വാസ് നോട്ട് ടു കോൾഡ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ടു കോൾഡ്. അത് വീണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് വാസ് നോട്ട് ടു കോൾഡ്. എന്താണ്? നല്ല തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര നല്ല തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് നോട്ട്, അല്ലേ? ഇറ്റ് വാസ് എന്ന് പറയുന്നത് തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ്. ടു കോൾഡ്. ഹി കുക്ക്ഡ് സം ഡെലീഷ്യസ് ഫുഡ്. അയാൾ എന്ത് ചെയ്തു? അയാൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി കുക്ക്ഡ് എന്നാണ് പറയുന്നത്. ഹി കുക്ക്ഡ്, കുക്ക് അല്ല, കുക്ക്ഡ്. ഹി കുക്ക്ഡ് സം ഡെലീഷ്യസ് ഫുഡ് ആൻഡ് ഐ ഹെൽപ്ഡ് ഹിം ഇൻ ദ കിച്ചൺ. മാത്രമല്ല, ഞാൻ അയാൾ എന്ത് ചെയ്തു? ഞാൻ അയാൾ കിച്ചണിൽ ഹെൽപ്പ് ചെയ്തു. ഐ ഹെൽപ്ഡ് ഹിം ഇൻ ദ കിച്ചൺ. വി ഡിഡിൻറ്റ് ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് റെയിൻഡ് ഹെവിലി. വി ഡിഡിൻറ്റ് ഗോ ഔട്ട്. ഡിഡിൻറ്റ്, ഞങ്ങൾ പുറത്തു പോയില്ല, ഞങ്ങൾ പുറത്തേക്ക് പോയില്ല. വി ഡിഡിൻറ്റ് ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് റെയിൻഡ് ഹെവിലി. കാരണം നന്നായിട്ട് മഴ പെയ്തിരുന്നു. വി ഡിഡിൻറ്റ് ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് റെയിൻഡ് ഹെവിലി. രണ്ട് പാസ്റ്റ് കാര്യങ്ങളുണ്ട്, അല്ലേ? ഡിഡിൻറ്റ് ഗോ എന്ന് പറഞ്ഞു, പിന്നെ ഇറ്റ് റെയിൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ വി ഡിഡിൻറ്റ് ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് റെയിൻഡ് ഹെവിലി. ഹിസ് ഫ്രണ്ട്സ് വെർ ഓൾസോ ദെയർ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് വെർ ഓൾസോ ദെയർ ബട്ട് ദേ വെറിൻറ്റ് വെരി ടോക്കറ്റീവ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, അതല്ല എൻ്റെ കസിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് വെയർ, ശ്രദ്ധിക്കണം കേട്ടോ. ഹിസ് ഫ്രണ്ട്സ് വെർ ഓൾസോ ദെയർ ബട്ട് ദേ വെറിൻറ്റ് വെരി ടോക്കറ്റീവ്. ഹിസ് ഫ്രണ്ട്സ് വെയർ, കണ്ടോ? ഹിസ് ഫ്രണ്ട്സ് ആർ എന്നല്ല പറയുന്നത്, ഹിസ് ഫ്രണ്ട്സ് വെയർ ഓൾസോ ദെയർ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ദേ വെറിൻറ്റ് വെരി ടോക്കറ്റീവ്. അവരത്ര സംസാരിക്കുന്ന ആളുകളായിരുന്നില്ല. ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആളുകളാണ്, പക്ഷേ അവരങ്ങനെ നന്നായി ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരുന്നില്ല. ബട്ട് ദേ വെറിൻറ്റ് വെരി ടോക്കറ്റീവ്. ലേറ്റർ വി പ്ലേഡ് കാർഡ്സ് ആൻഡ് വാച്ച്ഡ് എ മൂവി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കാർഡ് കളിച്ചു, അല്ലേ? അതുപോലെ തന്നെ സിനിമ കണ്ടു. ലേറ്റർ വി പ്ലേഡ് കാർഡ്സ് ആൻഡ് വാച്ച്ഡ് എ മൂവി. ഞങ്ങൾ കാർഡ് കളിച്ചു, അതുപോലെ തന്നെ സിനിമ കണ്ടു. ഐ ഡിഡിൻ ലൈക്ക് ദ മൂവി മച്ച്. എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡിഡിൻ ലൈക്ക്, ഐ ഡിഡിൻ ലൈക്ക് ദ മൂവി മച്ച് ബട്ട് ഐ എൻജോയ്ഡ് ദെയർ കമ്പനി. പക്ഷേ ഞാൻ അവരുടെ ആ കമ്പനി എൻജോയ് ചെയ്തു. ഇതെല്ലാം പാസ്റ്റാണ് കേട്ടോ. ഐ ഡിഡിൻ ലൈക്ക് ദ മൂവി മച്ച് ബട്ട് ഐ എൻജോയ്ഡ് ദെയർ കമ്പനി. എൻജോയ് അല്ല, എൻജോയ്ഡ്. ഐ വാസ് ടയേർഡ് ബൈ നൈറ്റ്. ഇപ്പോൾ രാത്രി ആയതോട് കൂടിയിട്ട് ഞാൻ ടയേർഡായിരുന്നു. കണ്ടോ? ഐ വാസ് ടയേർഡ് ബൈ നൈറ്റ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് ഉറങ്ങി. സ്ലീപ്പ് എന്നല്ല, സ്ലെപ്റ്റ്. ഇതിലെല്ലാം പാസ്റ്റാണ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ സെൻറ്റൻസുകളിലും പാസ്റ്റ് ടെൻസ് ആണ്. സോ ഐ സ്ലെപ്റ്റ് ഏർലി. ഐ വാസ് ടയേർഡ് ബൈ നൈറ്റ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ ആൻഡ് ലെഫ്റ്റ് ഫോർ ഹോം. അടുത്ത ദിവസം രാവിലെ ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ. ഹാവ് എന്നല്ല പറയുന്നത്, ഹാഡ്, അതായത് ചായ കുടിച്ചു കഴിഞ്ഞതാണത്, അല്ലേ? ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ ആൻഡ് ലെഫ്റ്റ് ഫോർ ഹോം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. ഓക്കെ, സോ ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ ആൻഡ് ലെഫ്റ്റ്, ലീവ് അല്ല, ലെഫ്റ്റ് ഫോർ ഹോം, വീട്ടിലേക്ക് പോയി. ഇറ്റ് വാസ് എ ഷോർട്ട് ട്രിപ്പ് ബട്ട് ഇറ്റ് വാസ് നോട്ട് ബോറിംഗ് അറ്റ് ഓൾ. അതൊരു ചെറിയ ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് എ ഷോർട്ട് ട്രിപ്പ് ബട്ട് ഇറ്റ് വാസ് ഇൻറ്റ് ബോറിംഗ് അറ്റ് ഓൾ. പക്ഷെ അതൊരിക്കലും ബോറടിച്ചിട്ടുള്ളൊരു ട്രിപ്പ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ഷോർട്ട് ട്രിപ്പ് ബട്ട് ഇറ്റ് വാസ് നോട്ട് ബോറിംഗ് അറ്റ് ഓൾ. ഒരു സെൻറ്റൻസിൽ പോലും പാസ്റ്റ് ടെൻസ് ഇല്ലാത്ത സെൻറ്റൻസ് ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടി ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. ലാസ്റ്റ് വീക്കെൻഡ് ഐ വിസിറ്റഡ് മൈ കസിൻസ് പ്ലേസ്. ഹി വാസ് വെരി ഹാപ്പി ടു സീ മീ. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. The weather was cloudy, but it wasn't too cold. He cooked some delicious food, and I helped him in the kitchen. We didn't go out because it rained heavily. His friends were also there, but they weren't very talkative. Later, we played cards and watched a movie. I didn't like the movie much, but I enjoyed their company. I was tired by night, so I slept early. The next morning, I had a cup of tea and left for home. It was a short trip, but it was not boring at all. ഇനി ഇതിനെ വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഏകദേശം ഒരു 10-15ഓളം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ പറയാം കേട്ടോ. എല്ലാം പാസ്റ്റിലാണ് ചോദിക്കുന്നത്, ശ്രദ്ധിക്കണം. ഞാനിവിടെ ചോദിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പാസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. Where did you visit last weekend? This is my first question. Where did you visit last weekend? So what's your answer?
I visited my cousin's place. നിങ്ങൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സ്പോക്കൺ ടോണിൽ സംസാരിക്കുക. ശരിക്കും നിങ്ങളൊരാളോട് പറയുന്നത് പോലെ സംസാരിക്കുക കേട്ടോ. ഓക്കെ, where did you visit last weekend? I visited my cousin's place. Okay, you visited your cousin's place. Okay, fine. How did he feel when he saw you? How did he feel when he saw you? What's your answer? He was very happy to see me. He was very happy to see me. Was he happy to see you? Yes, he was very happy to see me. Did you have a great time together? Yes, we had a great time together. We had a great time together. Okay, what did you visit last weekend? I visited my cousin's place. How did he feel when he saw you? He was very happy to see me. He was very happy to see me. Did you have a great time together? Yes, we had a great time together. How was the weather? How was the weather? The weather was cloudy, but it wasn't too cold. How was the weather? Can you say? Yes, the weather was cloudy, but it was not too cold. What did he cook? What did he cook? He cooked some delicious food. He cooked some delicious food. Where did you visit last weekend? I visited my cousin's place. How did he feel when he saw you? He was very happy to see me. Did you have a great time together? Yes, we had a great time together. How was the weather? The weather was cloudy, but it wasn't too cold. What did he cook? He cooked some delicious food. Did you help him in the kitchen? Did you help him in the kitchen? Yes, I helped him in the kitchen. I helped him in the kitchen. Did you go out? Did you go out? No, we didn't go out. We didn't go out. Why didn't you go out? Because it rained heavily. Because it rained heavily. Did you go out? No, we didn't go out. Why didn't you go out? Because it rained heavily. Let me ask you, what did he cook? What did he cook? He cooked some delicious food. Did you help him in the kitchen? Yes, I helped him in the kitchen. How was the weather? The weather was cloudy, but it wasn't too cold. Did you have a great time together? Yes, we had a great time together. How did he feel when he saw you? He was very happy to see me. Where did you visit last weekend? I visited my cousin's place. Who else was there? Who else was there? His friends were also there. His friends were also there. Were his friends talkative? No, they weren't very talkative. They weren't very talkative. What did you do later? We played cards and watched a movie. Did you like the movie? No, I didn't like the movie much. Did you like the movie? No, I didn't like the movie much. Did you enjoy their party? Yes, I enjoyed their company. How did you feel by night? How did you feel by night? I was tired by night. I was tired by night. When did you sleep? I slept early. I slept early. When did you sleep? I slept early. What did you do the next morning? The next morning, I had a cup of tea and left for home. What did you do the next morning? I had a cup of tea and left for home. Was it a long trip? Was it a long trip? No, it was not a long trip. It was a short trip. It was a short trip. Was the trip boring? No, it wasn't boring at all. Was it a long trip? No, it was not a long trip. It was a short trip. Was the trip boring? No, it wasn't boring at all. Where did you visit last weekend? I visited my cousin's place. How did he feel when he saw you? He was very happy to see me. Did you have a great time together? Yes, we had a great time together. How was the weather? The weather was cloudy, but it wasn't too cold. What did he cook? He cooked some delicious food.
Did you help him in the kitchen? Yes, I helped him in the kitchen. Did you go out? No, we didn't go out. Why didn't you go out? Because it rained heavily. Who else was there? His friends were also there. Were his friends talkative? No, they weren't very talkative. What did you do later? We played cards and watched a movie. Did you like the movie? I didn't like that movie much. Did you enjoy their company? Yes, I enjoyed their company. How did you feel by night? I was tired by night. When did you sleep? I slept early. What did you do the next morning? I had a cup of tea and left for home. Was it a long trip? No, it was a short trip. Was the trip boring? No, it wasn't boring at all. സോ ദാറ്റ്സ് ഓൾ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കുക കേട്ടോ. ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ 1-on-1 ക്ലാസ്സുകളാണ്, ഒരു ട്രെയിനറും ഒരു സ്റ്റുഡൻറ്റും. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച്, നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. I'll be coming soon with another useful class. Till then, bye bye everyone.